രണ്ടാമത്തെ വില ഇതിനും പറയുന്നത് 1,50,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി 1,50,000 രൂപയ്ക്ക് ഒരു അൾട്ടിസ് ഓട്ടോമാറ്റിക് കൂടും. 2012 ഈ വിലക്ക് തലട്ടാണ്ട് കുട്ടികൾക്ക് പോകാൻ പറ്റിയ വണ്ടി വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. 2,25,000 രൂപ ഇത് ഒറ്റ വില. 1,00,000 ഓടി ഉണ്ടാവും 1,00,000 രൂപയ്ക്ക് ഇത് കൊടുക്കാം. അതായത് 1 കിലോമീറ്റർ അതെ അതെ 1,00,000 ഓടിയ വണ്ടി 1,00,000 രൂപയ്ക്ക് നമുക്ക് ഒരു ഇയോണൊക്കെ രണ്ടിനും പ്രത്യേകത എന്താ പറയുക, രണ്ടും സിംഗിൾ ഓണർ വണ്ടി, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് 4,00,000 രൂപയാണ് ന്യായമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടിയായിട്ട് ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ 5,00,000 രൂപ നമുക്ക് കൊടുക്കാം. 5,25,000 രൂപയ്ക്ക് 16 വണ്ടി, 16 ഹൈബ്രിഡ് വണ്ടി ഫുൾ. കേരളത്തിൽ നിങ്ങൾ ഏത് സ്ഥലത്ത് പോയിട്ട് ഏത് വണ്ടി നോക്കിയാലും അവസാനം എങ്കിലും ഇവിടെ വരാതെ പോകരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള വണ്ടികൾ, അത് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ നൂർ മോട്ടോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമേ ഇവിടെ ഒരു 10-70 എണ്ണത്തിൽ കൂടുതലുണ്ട്. ഫോർച്യൂണർ, അതുപോലെ തന്നെ ക്രിസ്റ്റ, പിന്നെ സാധാ ഇന്നോവ, പിന്നെ അതർ ബ്രാൻഡിലുള്ള കുറച്ച് എക്സ്ചേഞ്ച് വണ്ടികളുണ്ട്. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഏത് വണ്ടി എവിടെ നിൽക്കുകയാണെങ്കിൽ മാക്സിമം ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ച് സാധാരണ നമ്മുടെ നോർമൽ ഇന്നോവകളും അതിലേറ്റവും വില കുറഞ്ഞ വണ്ടികളും, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് അതർ ബ്രാൻഡ് കുറച്ച് മഹീന്ദ്രൻ്റെ വണ്ടികളൊക്കെ കിടക്കേണ്ട, അതും കൂടി കാണിച്ചു തരാം. എടുത്തെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയും വിലക്കുറവും തന്നെയാണ്. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു വണ്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മാക്സിമം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, ഏകദേശം ഇരിട്ടായി. മാക്സിമം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്ക്, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഷെയർ ചെയ്താൽ മാത്രം മതി, എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. നോർത്തിനിക്ക് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ക്വാളിറ്റി ഉള്ള ചെറിയ വിലക്ക് അടിപൊളി ഉണ്ടാവും. അതെ അതെ, ക്വാളിറ്റി ഉള്ള ഗുണമേന്മയുള്ള വിലക്കുറവുള്ള നല്ല വണ്ടികൾ. പിന്നെ വിലക്കുറവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാഴ്ചയിൽ ഞാനാണ് ഇവിടെ വലിയ വില കുറച്ച് വിൽക്കുന്ന ആള്. പിന്നെ വരുന്നവർക്ക് ഇത് വില അറിയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാൻ കഴിയൂല. പിന്നെ നിലവിലുള്ള വണ്ടിയുടെ അവസ്ഥ എന്താ? നിലവിലുള്ള വണ്ടികൾ മൊത്തം മാക്സിമം നല്ല ക്വാളിറ്റി വണ്ടിയെ കൊടുക്കാൻ പറ്റുള്ളൂ, കൊടുക്കുകയുള്ളൂ. ഈ കൊടുത്തോളം എന്താ പറയുക, നമ്മള് ഒരു വണ്ടി വിറ്റ് കഴിഞ്ഞാൽ ഓലെ കെയർ ഓഫിൽ നമുക്ക് അടുത്തൊരു കച്ചവടം കിട്ടണം. വണ്ടി നന്നായെങ്കിൽ എന്താവുള്ളൂ, അതൊക്കെ കിട്ടുള്ളൂ, അടുത്ത കച്ചവടം കിട്ടുള്ളൂ. മറ്റെന്താ പറയാണ്ട് പോണ്ടെന്നാ പറയാ, അത് വേറൊരു സ്റ്റൈലിലാണ് പറയാ, ഞാൻ പന്നോട് പറയണില്ല. അപ്പൊ തന്നെ നിലവിൽ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഒറ്റ നോട്ടത്തിൽ ഒരു വണ്ടിയെ പോലും സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. മാക്സിമം വണ്ടി ക്വാളിറ്റി ആക്കിയിട്ട് നമ്മൾ വെക്കുള്ളൂ, വെച്ചിട്ട് വൃത്തിയാക്കിയിട്ടേ കൊടുക്കുള്ളൂ. കസ്റ്റമർ വന്നിട്ട് എന്തെങ്കിലും കുറവുകൾ ഉണ്ട് പറഞ്ഞാൽ അതും നമ്മൾ നികത്തി കൊടുക്കും, അപ്പൊ തന്നെ ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അധിക സമയം കണ്ട മഴയൊക്കെ ചാറുന്നത്. അതെ അതെ അതെ, നല്ല ക്ലൈമറ്റ് എന്തായാലും പടച്ചോന്റെ റഹ്മത്താണ് ഈ സമയത്ത്. നിങ്ങൾ മിണ്ടരുത്, രാവിലെ വന്നാൽ ഇവിടെ പാരാത്രി ആവാണ്ട് എടുത്ത് വരും, അതാണ് ഇവിടുത്തെ ഗുണം. അപ്പൊ ആദ്യത്തെ വണ്ടി ഈ കിടക്കുന്ന ഇത് 2013 മോഡലാണ്, 14 രജിസ്ട്രേഷൻ ആണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, രണ്ടാമത്തെ ഓണറാണ്. കിലോമീറ്റർ കറക്റ്റ് 2,60,000 കിലോമീറ്റർ, പ്രോപ്പർ ജെന്യൂൻ സർവീസുമാണ്. വി വണ്ടിയാണ്, ഒറിജിനൽ കേരള. ശരി, എന്താ വില? ഇത് 9 റുപ്യന്റെ വണ്ടി നമുക്ക് ഒരു 8.25 കൊടുക്കാം. 13-14 വി വണ്ടി, 13 ഒറിജിനൽ കേരള, രണ്ടാമത്തെ ഓണർ വണ്ടി. ഇതാണെങ്കിലോ ഇത് 2016 വണ്ടിയാണ് അജോ, 16 റീ വണ്ടി. ഈ 16 റീ വണ്ടി നമുക്ക് G4 ആണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ റീ ആയ വണ്ടിയാണ്, സിൽവർ കളർ. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയണ്ടല്ലോ, A to Z ആൻഡ്രോയിഡ് സീറ്റ് മാക്സിമം നമ്മൾ ചെയ്യും. പിന്നെ എല്ലാ വണ്ടിയിലും നമ്മൾ എന്തെങ്കിലും ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ആക്കി കൊടുക്കും, വാണ്ടിയവർക്ക് അലൈവിൽ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കും. അതുപോലെ എന്താണോ കുറവുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. നിലവിൽ മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റും ഇല്ല, ഗ്യാരണ്ടിയാണ്. പിന്നെ ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം, നമ്മളെടുത്തുനിന്ന് വണ്ടികൾ വരിക, നിങ്ങൾക്ക് വന്ന് കണ്ട് നോക്കിയിട്ട് പറ്റി ഇഷ്ടപ്പെടുകയാണെന്ന് എന്ത് ചെയ്യാം, നേർപകുതി പൈസ എന്നാ വണ്ടി കൊണ്ടുപോകും. 2016 വണ്ടി, 16 വണ്ടി നമുക്ക് 9 റുപ്യ കൊടുക്കാം. 9 രൂപക്ക് 2016 G4 ഇന്നോവ. ഇത്രയും നീറ്റ് വണ്ടി, നീറ്റ് നമ്മളാക്കി വെച്ചതാണ്, പുറത്തുനിന്ന് വന്ന വണ്ടികളല്ലേ. അതുപോലെ തന്നെ ഒരു വെള്ള വണ്ടിയിൽ കുറച്ച് സ്കേർട്ടിംഗ് ഒക്കെ ചെയ്താണ്. ഇത് സ്കേർട്ടിംഗ്, ഫ്രണ്ടിൽ സ്കേർട്ട്, ബാക്കിൽ സ്കേർട്ട്, ക്രിസ്റ്റന്റെ വീല്, പിന്നെ GR-ന്റെ ഗ്രില്ല്, ആൻഡ്രോയിഡ് സീറ്റ് കവർ, കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. അതും മോഡൽ 2015 ഒറിജിനൽ കേരള വണ്ടി. 15 ഒറിജിനൽ കേരള, അത്യാവശ്യം വില വരുന്ന വണ്ടി ഞാൻ ആദ്യം തന്നെ പറയാം. അതെ. പിന്നെ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ കറക്റ്റ് സർവീസ് ആണ് 190. ശരി, ഇതിപ്പോ എന്ത് വില വരും? ഇത് നമ്മൾ 10 റുപ്യന്റെ വണ്ടിയാണ് അജോ, മാന്യമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അത് ഒന്നാമത് 15 ഒറിജിനൽ കേരളയും കൂടിയാണ്, ഒറിജിനലാണ് 15 ഒറിജിനൽ കേരളയാണ്. പിന്നെ കണ്ടമാനം ഫിറ്റിംഗ്സ്, റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല, ഗ്യാരണ്ടി പറഞ്ഞു. അടിപൊളി. അടുത്തായിട്ട് ഇവിടെ ഒരു സിൽവർ വണ്ടി അല്ലേ, സിൽവർ ഇന്നോവ 2012 തന്നെയാണ്, വി ആണ്. 12 വി ആണ്, അടിപൊളി വണ്ടി, അടിപൊളി വണ്ടി. കേരള വണ്ടിയാ? ഇത് ഒറിജിനൽ കേരള വണ്ടി, 12 വി. 12 അല്ലേ, നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കി. നിങ്ങൾ ആ ഇന്റീരിയർ ഫോട്ടോസ് ഒക്കെ അയച്ചു, അത് എല്ലാ വീഡിയോയിലും നമ്മൾ പറയലുണ്ട്. പിന്നെ വണ്ടിയുടെ നമ്മൾ കൊടുക്കുന്ന ഈ 4 നമ്പർ ഉണ്ട്, ഈ 4 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. ഈ 4 നമ്പറിൽ ഇതിൽ ഏതെങ്കിലും നമ്പർ ഒരു ഹായ് വിട്ട് നമ്മളെ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും. അത് നിങ്ങൾക്ക് മാണ്ടിയത് ഏതാ നോക്കി സെലക്ട് ചെയ്തിട്ട് നമ്മളാണ് വിളിച്ചോളി, ആ സംഗതി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കും. 12 വി ഇത് പിന്നെ കേരള വണ്ടിക്ക് എന്താ? 12 വി ഒറിജിനൽ കേരള വി വണ്ടി നമുക്ക് ഒരൊറ്റ വില പറഞ്ഞാൽ മതി,
7,75,000 റുപ്യ കൊടുക്കാം. 7,75,000 റുപ്യക്ക് കൂടുതലല്ലേ? ഒരു കേരള വണ്ടി ബി ഓപ്ഷൻ അല്ലടാ മോനെ. 12 ബി വണ്ടി അല്ല, ഇതിനൊരു വിലയില്ല നാട്ടില്. അത് സംഭവിച്ച ആളുകൾ കമ്പയർ ചെയ്യട്ടെ. എന്റെ വീഡിയോ പല യാർഡിലും അതുപോലെ ഒരുപാട് ആളുകൾ വീഡിയോ ഉണ്ട്. ഓരോന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോട്ടെ. നമ്മളെടുത്തോളം കൂടുതൽ അത് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. മാന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണം, നോക്കിക്കോ. നല്ല വൃത്തിയുള്ള വണ്ടി ആയതുകൊണ്ടാണ് റേറ്റ് വരുന്നത്. അതെ അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2014 G4. ഇത് 14 കിലോമീറ്റർ കിലോമീറ്റർ. ഇത് പുറത്തെ വണ്ടിയാണ്, ഇതിനുള്ള ജെനുവിൻ അല്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്താൽ മതി. വില എത്ര ഉണ്ട്? ഇത് നമുക്ക് ഒരു 7 ഉറുപ്പിക കൊടുക്കാം. 7 ലക്ഷം രൂപ. അതായത് 2014 G4 സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്പർ ആയ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് നമ്പർ ആയ വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഗ്രേ ആണെങ്കിലോ, ഈ ഗ്രേ 2015 V വണ്ടി. 15 V ആണ്. അടിപൊളി. ക്രിസ്റ്റന്റെ വീലൊക്കെ ഉണ്ട്. ക്രിസ്റ്റന്റെ വീലുണ്ട്, പ്രൊജക്ടർ ലൈറ്റ്, സീറ്റ് കവർ, കമ്പനി സ്റ്റീരിയോ ഒഴിവാക്കി ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ കുടിക്കിയ വണ്ടിയാണ്. ഇതെന്താ വില? ഇത് നമ്മളൊരു ഒറ്റ വില പറഞ്ഞാൽ മതി. 15 V എന്നുള്ള വിലക്ക് നമുക്ക് ഒരു 7.25 ഉറുപ്പിക കൊടുക്കുക. 7,75,000 ഉറുപ്പിക്ക് 15 V. മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റും ഇല്ല. വണ്ടി വരുന്ന ആളുകൾ എന്ത് ചെയ്യാ, ഷോറൂമിൽ അടക്കം കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. അത് മതി. ചെറിയ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആവുമ്പോൾ എന്താ ഇതിന്റെ പേരെന്നതാണല്ലോ. 15 V വണ്ടി. 15 V അല്ലേ? അതെ അതെ. അടിപൊളി. അത് നല്ല നീറ്റ് വണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന ഈ സിൽക്കി ഗോൾഡ് ആണെങ്കിലോ, ഇത് 2012-13 രജിസ്ട്രേഷനിലുള്ള ഒറിജിനൽ കേരള വണ്ടി. നല്ല നീറ്റ് അല്ലേ വണ്ടി? സൂപ്പർ ക്വാളിറ്റി. കേൾപ്പാവുന്ന രജിസ്ട്രേഷനിൽ വരുന്ന കോഴിക്കോട്ടുകാരനാണ് വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 8,500 റുപ്യന്റെ വണ്ടിയാണ്. നമ്മൾ പാർക്കിംഗ് സെയിൽ കസ്റ്റമർ വണ്ടി കേട്ടോ. അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ ഒരു 8,500 റുപ്യൊക്കെ ചോദിച്ചിട്ട് ഒരു കാഴ്ചപ്പാട് ഒരു 8 ഉറുപ്യക്ക് ഈ വണ്ടി നമുക്ക് ഓരോട് വാങ്ങി കൊടുക്കാം. അത് നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? അതുപോലെ തന്നെ ഈ കിടക്കുന്നാണെങ്കിലോ, ഇത് ഗ്രേ കളർ 13 V വണ്ടി. 13 V ആണ്. 13 V ആണ്. 13 V വണ്ടി ആവുമ്പോ നമുക്ക് എന്ത് ചെയ്യാ, 8 ഉറുപ്പ്യാണ്, ഒരു 7.25 ഉറുപ്പ്യ 13 V വണ്ടി കൊടുക്കാം. 15 V അത്രയും റേറ്റ് കുറഞ്ഞേ? അല്ല, അങ്ങനെ കുറഞ്ഞൊന്നല്ല. അതായത് വണ്ടി മോശമൊന്നുമില്ല. ഓണർഷിപ്പിലൊക്കെ ചെറിയ വ്യത്യാസം. അല്ല, ഓണർഷിപ്പ് 3 ആയിട്ടുള്ളൂ. 9 ലക്ഷം റുപ്യ IDV ഇൻഷുറൻസ് ഉണ്ട്. വലിയ പെരുങ്കോളിറ്റി വണ്ടിയല്ല. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടി. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ സംഗതി അങ്ങനെ ഉണ്ടല്ലോ. 100ക്ക് 100 അല്ലെങ്കിൽ 95%. നമ്മളെന്താ വെച്ചാൽ എല്ലോ 100 തന്നെ പറയാം. കാരണം കൂടുതൽ ആൾക്കാർക്ക് വരുന്ന സംശയമാണ്. അതെ അതെ അതെ. അല്ല, അത് നമ്മളെന്താ പറയാ, പിന്നെ നമ്മൾ വാങ്ങണേലും വിൽക്കണേനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും നിൽക്കും. ചില വണ്ടി കുറച്ച് കിട്ടിയാൽ കുറച്ച് കൊടുക്കും. അതെ അതെ, അതാണ് അതിന്റെ സത്യം. നമുക്ക് എത്ര കുറച്ച് മുതൽ കിട്ടണം അത്രയും കുറച്ച് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും. ഇതിന് 8 ലക്ഷം രൂപ അല്ലേ? ഇതിന് 8 ലക്ഷം രൂപ നമുക്ക് 7.25 ഉറുപ്പ്യ 13 V വണ്ടി. നല്ല നീറ്റ് വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി. പുറകിലുള്ള ഓടിച്ച് പറഞ്ഞ ധൈര്യമായിട്ട് പറഞ്ഞോ. ഈ ടാസ്കിയോ? ടാസ്കി 12 V വണ്ടിയാണ്. 12 V. കേരള ഒറിജിനൽ കേരള വണ്ടി 12 V ആണ്. ഇതൊരു ആവശ്യക്കാരനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 7 ലക്ഷം റുപ്യക്ക് നമുക്ക് പുതിയ പേപ്പർ ഒക്കെ തെറ്റിക്കെടുക്കാണ്. പുതിയ ടാക്സി, ഇൻഷൂർ, ബ്രേക്ക്, ബില്ല് ഒക്കെ എടുത്ത് കൊടുക്കും. അതായത് 12 V വണ്ടി. 12 V ഒറിജിനൽ കേരള വണ്ടി. നല്ല നീറ്റ് വണ്ടി. നീറ്റ് വണ്ടി. 7 ലക്ഷം റുപ്യക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ പേപ്പർ എടുത്തോലെ പേരിക്കാണ് മാറ്റി കൊടുക്കാം. വണ്ടി ചെക്ക് ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ മണ്ണാർക്കാട് സ്റ്റാൻഡിൽ ഒഴിഞ്ഞ വണ്ടിയാണ്. നമ്മൾ വേറെ വണ്ടി കൊടുത്തപ്പോൾ അങ്ങനെ വാങ്ങിയെന്നുള്ളൂ. ഇത് സിൽവർ വണ്ടി മോനെ. 2013 വണ്ടി, സോറി 14 വണ്ടി. 14 നല്ല വൃത്തിയുണ്ട് വണ്ടി. 14 G4 തിരക്കേടില്ലാത്ത വണ്ടിയാണ്. സിൽവർ കളറാണ്. പിന്നെ ഇപ്പൊ സിൽവർ എന്താ പറയുക, നമ്മളെ ഈ ഗ്രാൻഡും സിൽക്കി ഗോൾഡിന്റെ ഒരു അട്രാക്ഷൻ ഇത് കിട്ടൂല. ഓരോ അങ്ങനെ ഉണ്ടല്ലോ. ഇത് നമ്മൾ 7 ഉറുപ്പ്യ ചോദിക്കാം, നമുക്ക് ഒരു 6 ഉറുപ്പ്യ അത് കൊടുക്കാം. 6,50,000 റുപ്യക്ക് കൊടുക്കാം. പിന്നെ ഈ വണ്ടിയിലൊക്കെ എന്താ പറയാ, നമ്മൾ പ്രൊഫൈൽ ക്ലിയർ ഉള്ള ആളുകൾക്കാണെങ്കിൽ അജോ ഒരു ശരാശരി 1 ഉറുപ്പ്യ ഒരു 1.5 ഉറുപ്പ്യ കൊടുക്കാം. 14 G4 6 ഉറുപ്പ്യക്ക് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ 14 G4 ആണ്. ബീന്റെ അലൈവിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അതുപോലെ തന്നെ ഒരു 6 ഉറുപ്പ്യക്ക് ഇതും കൊടുക്കാം. മേജർ ആയിട്ട് ഒരു കേസുമില്ല. ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താ വെച്ചാൽ ഈ വണ്ടിയൊക്കെ നമ്മൾ ധൈര്യം പറഞ്ഞു കൊടുക്കാം. 2 കൊല്ലം മുമ്പ് ഞാൻ കൊടുത്ത വണ്ടി അവരെ കയ്യിൽ നിന്ന് നമ്മൾ തിരിച്ചു മേടിച്ച് അവർക്ക് വേറെ വണ്ടി കൊടുത്തത്. 2 കൊല്ലം ഒരു കസ്റ്റമർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ. 6,50,000 നമുക്ക് കൊടുക്കാം. ഇതൊക്കെ പ്രൊഫൈൽ ഉള്ള ആൾക്കാണെങ്കിൽ ഒരു 5-5 ഉറുപ്പ്യ ലോണും കിട്ടും. ഇത് 2015 വണ്ടി. 15 G4. ക്രിസ്റ്റന്റെ വീല് ചെയ്തിരിക്കണ, ബോഡി സ്റ്റിക്കർ ഉണ്ട്. പിന്നെ GR-ന്റെ ഗ്രില്ല്, ടൈലാമ്പ് കാര്യങ്ങൾ, അത് എല്ലാ വണ്ടിയിലും എന്താ പറയുക, നമ്മളൊക്കെ ഇതിക്കാണ് ചെല്ലുമ്പോൾ നമുക്കൊരു പൂതിയാണല്ലോ. വണ്ടിയാണ് ഒന്നും കുഞ്ഞാപ്പുവാക്കുക എന്നുള്ള ലെവലിൽ നമ്മൾ ഫുള്ള് ചെയ്ത് വിടുന്നത്. നമുക്ക് 8,500 ഉറുപ്പ്യക്ക് കൊടുക്കാം. 1 ലക്ഷം റുപ്യന്റെ 15 G4 1 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് വണ്ടിയിൽ. ഈ വൈറ്റ് ആണെങ്കിലോ? ഈ വൈറ്റ് 14 G4 ആണ്. 14 G4 കേരള വണ്ടിയാ. 14 G4 കേരള വണ്ടി നമുക്ക് 8 ഉറുപ്പ്യാണ്. ന്യായമായിട്ട് നമുക്ക് ഒരു 7.25 ഉറുപ്പ്യ കൊടുക്കാം. 7,50,000 റുപ്യക്ക്. 7.25 ബാച്ചില് സമയം നോക്കണ ബാച്ചില് കാല് 6.25 പറഞ്ഞ എത്ര അങ്ങനെ പറയരുത്. ഇത് വണ്ടി കാല് എന്ന് പറഞ്ഞാൽ 25, 6 പറഞ്ഞാൽ 50. അങ്ങനെയാണ്. ഇത് ചില ആളുകൾക്ക് ഇത് അറിയില്ല. അപ്പൊ നമ്മള് തെർത്തിബാക്കി പറഞ്ഞു കൊടുക്കണം. ഇതാണെങ്കിലോ? ഇത് 2015 G4 തന്നെ. 15 G4 KL 85 ഫറൂഖിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. 1,50,000
78,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. സർവീസ് ഒന്നും പ്രോപ്പർ അല്ല. പിന്നെ എല്ലാ വണ്ടി എന്താ പറയുക, ഇന്നോവകൾ പറഞ്ഞ സാധനം നമ്മൾ പറഞ്ഞോട് വരാം. ഇപ്പൊ ശരാശരി നമ്മളെടുത്ത് ഒരു 12, 13, 14, 15, 16 എല്ലാ മോഡലും വണ്ടികളുണ്ട്. പുറത്തുനിന്ന് വണ്ടി എല്ലാം 100% ജെന്യൂൻ കിലോമീറ്റർ ആണ്, പ്രോപ്പർ സർവീസ് ആണെന്നൊന്നും ഞാൻ ആരോടും പറയില്ല. അങ്ങനെ ഒരു കച്ചവടം നമ്മളെടുത്തില്ല. വരുന്ന ആളുകൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് വണ്ടി ലൈക്ക് ആകുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുക. ഞാൻ പറഞ്ഞതിന്റെ നേർപകുതി പൈസ തന്നിട്ട് കൊണ്ടുപോയിട്ട് ഒരാഴ്ച ഉപയോഗിച്ചിട്ട് മേജർ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താൽ കായ് എടുത്ത് തിരിച്ചു കൊടുക്കും. ഈ കിടക്കുന്ന ഇതോ ഇതാണ് ഇപ്പൊ പറഞ്ഞ 15 സിൽക്കി ഗോൾഡ്. 15 സിൽക്കി ഗോൾഡ് ക്രിസ്റ്റന്റെ വീലുണ്ട്. പിന്നെ ഒരുപാട് സംഗതികൾ ഫിറ്റിംഗ്സ് എക്സ്ട്രാ ഉണ്ട്. എന്താ പിന്നെ ഈ ക്രിസ്റ്റന്റെ വീല് പറഞ്ഞിട്ട് കാര്യം ഇത് പറയുമ്പോ സിമ്പിളാ. ഉറുപ്പ്യ 40 അതിന് കൊടുക്കണം, 40,000 ഉറുപ്പ്യ എടുക്കണം. അതായത് ഇന്നോവക്ക് 15 സൈസ് അവരുടെ ടയർ ഇത് 16 ആണ്. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 9 ഉറുപ്പ്യാണ് ഒരു 8.25 കൊടുക്കാം. 15 G4 നല്ല വൃത്തിയുള്ള വണ്ടി ഒക്കെ എന്താ ഒന്നിനൊന്ന് മെച്ചമുള്ള വണ്ടികളാണ്. ഇതാണെങ്കിലോ ഇത് 2015 തന്നെയാണ്. 15 തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ 8.25 ചോദിച്ചു. വൈറ്റോ 8 ഇട്ടേ കൊടുക്കുക. വൈറ്റും അതുപോലെ തന്നെ 15. ഇഷ്ടംപോലെ വണ്ടികൾ 15, 13, 14, 15 മോഡൽ കുറഞ്ഞ വണ്ടി. സാധാരണ നമുക്കറിയാം നമ്മളെല്ലാ വീഡിയോയിലും മോഡൽ കുറഞ്ഞ വണ്ടി ഇഷ്ടംപോലെ ഉണ്ടാവും. ഇപ്രാവശ്യം നമുക്ക് അടുത്ത വീഡിയോയില് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നിലവിൽ ഇപ്പൊ കിടക്കുന്ന ഇന്നോവകളുടെ കഥകൾ ഇതൊക്കെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ടൊയോട്ട അല്ലാത്ത വണ്ടി പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിന് എടുത്ത വണ്ടികളാട്ടോ. നമ്മളെ മെയിൻ ബ്രാൻഡ് എനിക്കറിയാലോ, മുത്തലിയാരെ പേരക്കുട്ടികൾ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ ഒക്കെ എക്സ്ചേഞ്ച് വണ്ടികളാണ്. ഈ ഒരു നിലയിൽ കുറച്ചെണ്ണം കിടപ്പുണ്ട്, മഹീന്ദ്രയുണ്ട്, മാരുതി ഉണ്ട്. അതെ അതെ അതെ. ഇനി 1 ഉറുപ്പ്യ 1.5 ഉറുപ്പ്യക്ക് ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ ഇപ്പൊ നമുക്ക് വരാൻ പോണൊക്കെ വീഡിയോ നമ്മൾ എപ്പിസോഡിൽ കാണിക്കട്ടോ. ഇത് 2018 സിംഗിൾ ഓണർ വണ്ടി. 18 സിംഗിൾ ഓണർ ZLX പവർ പ്ലസ് എന്ന് പറയുന്ന സാധനം. അതായത് ബൊലോറ ഇറങ്ങിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ലേശം മഴയുണ്ട്, മഴ ഇരുട്ടായി മോന്തിയാകാതെ ഒന്നാലും എന്റെ സ്ഥിരം പരിപാടി അത് നോക്കണ്ട. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാലം തിരക്കിന്റെ ഊക്കൊണ്ട് അല്ലല്ല അങ്ങനല്ല. എനിക്ക് സ്ഥിരം പരിപാടി ഇരുട്ടായാലും പണി തുടങ്ങുള്ളൂ. ശരി, 18 കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. എന്താ വില? ഇത് നമ്മൾ 6 ഉറുപ്പ്യ ചോദിക്കും. ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. മഹീന്ദ്രന്റെ വണ്ടി ഫുള്ള് ലോണും കിട്ടും. ബൊലോറയാണ് 18 വണ്ടി. ZLX പവർ പ്ലസ് സിംഗിൾ ഓണർ വണ്ടി. 6 ലക്ഷം രൂപ. 6 ലക്ഷം ഉറുപ്പ്യ. ഞാൻ 590 ഇട്ടാലും കൊടുക്കും, 580 ഇട്ടാലും കൊടുക്കും. അടിപൊളി. പിന്നെ ഇതാണെങ്കിലോ ഇത് 2017 വണ്ടിയാണ്. പക്ഷെ ഇത് പിന്നെ പവർ പ്ലസ് അല്ല, CRDI ആണ് വരിക. 16, 17 ഇത് 17 വണ്ടി, ഇത് 18 വണ്ടി. ഓക്കെ, 18 CRDI ആണ്. അതായത് നമ്മളെ പിന്നെ ബൊലോറക്ക്, സ്കോർപിയോക്ക്, പിന്നെ വോയിസ് മെയിൽ എമ്മോക്ക് വരുന്ന എല്ലാ സാധനവും ഉണ്ടാവും. ഇത് പവർ പ്ലസ് ആണ്. അതായത് CC കുറഞ്ഞ എഞ്ചിൻ വരുന്ന മൈലേജ് കൂടിയ സാധനമാണ് ഇത്. ഇത് നല്ല അടിപൊളി സാധനം. ഇത് നല്ല അടിപൊളി. ഇത് മലിങ്കുന്നൊക്കെ കയറാൻ കയറില്ല. ഫുൾ ദം പവർഫുൾ വണ്ടിയാണ്. അലവിൽ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അലവിൽ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ രണ്ടിനും പ്രത്യേകത എന്താ പറയുക, രണ്ടും സിംഗിൾ ഓണർ വണ്ടി പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിലാണ് കൊടുക്കുകയാണ്. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5.5 ഉറുപ്പ്യാണ്. ന്യായമായിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് 17 വണ്ടി ഫുള്ള് ലോണും കിട്ടും. മഹീന്ദ്ര ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത് പള്ളർച്ച് ലോണും കിട്ടും. 5,50,000 രൂപ. അതെ അതെ. അതുപോലെ തന്നെ XUV ആണെങ്കിലോ? XUV 2015 തന്നെ W8 അല്ലേ? നല്ല നീറ്റ് വണ്ടി. നല്ല നീറ്റ് വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി. 15 W8. അതായത് 15 W8 ഇറങ്ങിയിട്ടുള്ളൂ. അന്നത്തെ ഫുൾ ഓപ്ഷൻ. അതെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഒരൊറ്റ വില പറഞ്ഞാൽ മതി. 5.5 ഉറുപ്പ്യാണ് 5.25 കൊടുക്കാം. 5,25,000 രൂപയ്ക്ക് 2018 വണ്ടി. അതെ. ഇത് മാനുവൽക്ക് എന്തൊക്കെയാ 5 ലക്ഷം ഉറുപ്പ്യ ബാങ്ക് ലോൺ കൊടുക്കൂട്ടോ. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിൽ TUV. ഇത് 2016 TUV ഓട്ടോമാറ്റിക്. 16 ഓട്ടോമാറ്റിക് അല്ലേ? T8 ഓർമ്മ ശരിയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. നല്ല നീറ്റ് വണ്ടി, ഫുൾ ഓപ്ഷൻ. അതെ. കിലോമീറ്റർ ഇതിലുള്ള കിലോമീറ്റർ ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിന് എടുത്ത് അതിലുള്ള കിലോമീറ്റർ 1,23,000 ആണ്. ജെന്യൂൻ ആണോ അല്ലെന്ന് എനിക്കറിയില്ല. മൈത്രന്റെ ഹിസ്റ്ററി കിട്ടൂല. എന്താ വില? 4.5 ഉറുപ്പ്യാണ്. ന്യായമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടിയാട്ടോ. ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ. അതുപോലെ ഇതാണെങ്കിലോ? എർട്ടിക മൈലേജിന്റെ ഒരു ബഹർ വരുന്ന വണ്ടി. എനിക്കറിയാലോ മൈലേജ് എന്ന് പറഞ്ഞപ്പോ എർട്ടിക ഡീസൽ ഹൈബ്രിഡ് വണ്ടി. ഡീസൽ ഹൈബ്രിഡ് 2016 വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. കിലോമീറ്റർ ഇതിലുള്ള കിലോമീറ്റർ 1.30 ആണ്. ഇത് നമ്മൾ എക്സ്ചേഞ്ചിന് അട്ടപ്പാടിക്കാരെ മണ്ണാർക്കാട്ടെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ചിന് എടുത്ത വണ്ടിയാണ്. ഇത് നമ്മള് 5.25 ഉറുപ്പ്യ നമുക്ക് കൊടുക്കാം. 5,25,000 രൂപയ്ക്ക് 16 വണ്ടി. 16 ഹൈബ്രിഡ് വണ്ടി ഫുള്ള് ലോണും കിട്ടും ആവശ്യക്കാർക്ക്. എന്തെങ്കിലും കുറേ ഉണ്ടാവോ? ഇന്നത്തത് കുറയാൻ ചങ്ങായി ഒരു മുതൽ ഇങ്ങനെ കൊടുക്കുകയാണ് ഈ പരിസരക്കാലം തുടങ്ങുമ്പോ. അപ്പൊ നമ്മൾ ചെയ്തു അല്ല ഇതൊക്കെ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ മുതലൊക്കെ പറയണത്. വണ്ടി നിലവിൽ എന്താ പറയുക, ഇതൊക്കെ ഏത് വണ്ടി എടുത്താലും ഇങ്ങനെ ഇടക്കിടക്ക് ക്വാളിറ്റിയാന്ന് ചോദിച്ചേണ്ട ആവശ്യമില്ല. എന്റെ അടുത്ത് വണ്ടി കൊണ്ടുപോകണം പകുതി കായ് തരിക, വണ്ടി ഞാൻ കൊടുക്കും. 1, 2, 3 ദിവസം പോലും ഉപയോഗിക്കാം. മേജർ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഈ ചെറിയ സംഗതിക്ക് എന്നോട് അമ്മായിമ്മ പോയി കാട്ടും ചെയ്യരുത്. സണ്ണി എടുക്കണ്ടല്ലോ. പുറകിലെ സണ്ണി 2012 വണ്ടി. 12 വണ്ടി. ഫുൾ ഓപ്ഷനാ? 12 XV. അതെ. ബട്ടൺ സ്റ്റാർട്ടും അലവിയിലും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1.70. എന്താ വില?
ഇത് നമുക്ക് 2.5 രൂപയാണ്, 2.40 ഇട്ടാ കൊടുക്കാം. 2,40,000 രൂപയ്ക്ക് 2012 ഫുൾ ഓപ്ഷൻ ഡീസൽ, XP, ബട്ടൺ സ്റ്റാർട്ട്, ABS, എയർ ബാഗ്, അലേവിലൊക്കെ വരുന്നത്. ഇത് 2016 ഇയോണ്. 16 കിലോമീറ്റർ ഒക്കെയോ? 16 ഇയോൺ. കിലോമീറ്റർ 71,000 കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്റർ. കാരണം ഇതൊക്കെ നമ്മൾ വാങ്ങി ഓണറെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ചിന് എടുത്താ. ഒരു പറയണത് നമ്മൾ ഓലെ വിശ്വസിച്ചാണ് നമ്മൾ ഈ സംഗതിക്ക്. എന്താ വില? ഇത് നമുക്ക് 1.90 കൊടുക്കാം. 1.90 16 ഇയോൺ കൊടുക്കാം. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. അടിപൊളി. അതേപോലെ തന്നെ ഡസ്റ്റർ ഉണ്ടല്ലോ. ഡസ്റ്റർ 2015 4 വീൽ ഡ്രൈവ് വണ്ടി. 15 4 വീൽ ഡ്രൈവ്. 110 ആണ്. 110 4 വീൽ ഡ്രൈവ്. ഓക്കെ. ഇത് നമുക്ക് കിലോമീറ്റർ ഒക്കെ 1.5 കോടി ഉണ്ടാവും. കിലോമീറ്റർ 1.60 കോടിയിട്ടുണ്ട്. എന്താ വില? ഇത് നമുക്ക് 3.5 രൂപ ഫിക്സ്ഡ് പ്രൈസ്. 3,50,000 4 വീൽ ഡ്രൈവ് വണ്ടി കേട്ടോ. 15 4 വീൽ ഡ്രൈവ് 110 RX Z ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അടിപൊളി. ആ ഒരു ഇത് കിടക്കണ്ടല്ലോ, അത് വാഗണർ 2011 വണ്ടി. 11 ആണ്. 11 VXI. എന്താ വില? ഇത് നമ്മളൊരൊറ്റ വില പറയുള്ളൂ. ഇതിനൊക്കെ ഒരു 140 ഉറുപ്പ്യ ഫിക്സ്ഡ് ആയിട്ട് 140 2011 വണ്ടി. 11 വണ്ടി 140 ഉറുപ്പ്യക്ക് 3 വണ്ടി. പേപ്പർ പേപ്പർ ഈ കൊല്ലം 10ാം മാസം 12ാം മാസമായിട്ട് എടുക്കണം. ഒരു വണ്ടി കൂടി കാണിച്ചു നമുക്ക് അവസാനിപ്പിക്കാം. അതെ. റിഡ്സ് 2012 2.25 ഉറുപ്പ്യ ഫിക്സ്ഡ് ആയിട്ട് അതും കൊടുക്കാം. 12 മോഡൽ 2,25,000 ഡീസൽ. ലേശം ക്ലാരിറ്റി ചിലപ്പോൾ കുറവുണ്ടാവും. നമ്മൾ ആളുകളോട് ക്ഷമ ചോദിക്കാണ്. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ വന്ന എന്നാലും നേരം വെക്കണതാണ്. അപ്പൊ നിങ്ങൾ ബിസി ആക്കണ്ട. വണ്ടിന്റെ ആവശ്യമുള്ള ഒരു ടയോട്ടന്റെ എല്ലാ വണ്ടി, ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ, ഇതിന്റെ ഒക്കെ ഒരു ബഹർ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് ക്രിസ്റ്റ്യൻ ഫോർച്യൂണർ ഒക്കെ കാണുന്നത്, കാട്ടി തരാം. അപ്പൊ എന്തായാലും ഈ കാണിച്ച വണ്ടികൾ ഏത് വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. അതുപോലെ തന്നെ മാക്സിമം വില കുറച്ച് എടുക്കാനും പറ്റും. ഫുൾ ലോണും കിട്ടും കേട്ടോ. കിട്ടും. അവസാനിപ്പിക്കല്ലേ? അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാവരും സ്വാഗതം ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഒരു 3 വണ്ടി കൂടി കാണിച്ചു. വിലക്കുറവില് അതിന് വിലക്കുറവുണ്ടോ എന്നുള്ളത് ജനങ്ങളാ പറയണത്. എന്റെ കാഴ്ചയിൽ പെരും കുറവാ. അതാണ് നല്ല വില കുറച്ചിട്ട് 3 വണ്ടികൾ. അതിൽ 2 ഓട്ടോമാറ്റിക്കും, ചെറിയ പൈസക്ക് ഓട്ടോമാറ്റിക് വണ്ടി. ആയിക്കോട്ടെ. ഈ ഐറ്റം ഏതാ മോഡൽ? ഇത് 2012 ആണ് അജോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. 12 ടോപ്പ് എൻഡ് മോഡൽ. പക്ക വർക്കിംഗ് അല്ലെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ടാണ് തരുന്നത്. അതിന്റെ കണ്ടീഷൻ. ഹെഡ്ലൈറ്റ് മാത്രം ഒന്ന് മാറ്റേണ്ട ആവശ്യം. ഹെഡ്ലൈറ്റ് മാറ്റേണ്ട, ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്താൽ. ഇത് നമ്മളെന്താരോ, ഇത് നമ്മളെ പിന്നെ പാലക്കാടിന്റെ ചിറ്റൂരിന്ന് നമ്മളൊരു ഏട്ടന്റെ കയ്യിൽ നമ്മൾ എക്സ്ചേഞ്ചിന് എടുത്ത വണ്ടിയാണ്. 12 മോഡൽ കിലോമീറ്റർ. 12 കിലോമീറ്റർ ഇതിനകത്തുള്ള 1 സംതിങ് ആണ്. 90 ആണ് ഉള്ളത്. ജെന്യൂൻ ആവുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുക. ഞാനിപ്പോ ഇത് 2012 ആകുമ്പോൾ ഇതിന്റെ ഹിസ്റ്ററിക്ക് ഒന്നും നടക്കൂലല്ലോ. എങ്ങനെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഗ്യാരണ്ടി പറഞ്ഞോ. ശരി. എന്താ വില? നമ്മളൊരൊറ്റ വില പറയുള്ളൂ, ഫിക്സഡ് പ്രൈസ്. 2012 ഈ വിലക്ക് തലട്ടാണ്ട് കുട്ടികൾക്ക് പോകാൻ പറ്റിയ വണ്ടി വേറെ കിട്ടുന്ന എനിക്ക് തോന്നണില്ല. 2,25,000 രൂപ. 2,25 ഫിക്സഡ് ആയിട്ട് കൊടുക്കും. ഇനി അതിൽ കുറയാൻ പറ്റൂടാ. ആ ജാതി വിലക്കല്ല ഞാൻ കൊടുക്കണം. അല്ല, നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അടുത്തതാണെങ്കിലും ഒരു വലിയ ഓട്ടോമാറ്റിക് വലിയൊരു വണ്ടി ചെറിയൊരു പൈസക്ക് അങ്ങനെയാണ് നമ്മൾ കൂട്ടേണ്ടത്. അതായത് അൾട്ടിസ് ആണ് മോഡൽ. ടയോട്ടന്റെ അൾട്ടിസ് 2006 മോഡൽ വണ്ടി. ഇത് 2006? സോറി, 2011 മോഡൽ വണ്ടി. 11 മോഡൽ വണ്ടി. 31 വരെ പേപ്പർ. 31 വരെ. അതായത് പുതിയ ടെസ്റ്റ് പെടുത്തതാണ്. പുതിയ ടാക്സ്, പുതിയ റിന്യൂവൽ, പുതിയ ഇൻഷുർ ഒക്കെ പുതിയത്. നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക, വലിയ പെരുമ്പണ്ടിയാണെന്നൊന്നും പറഞ്ഞാൽ ആരും നമ്മൾ വിളിച്ചെടുത്തണ്ടാജു. വലിയ മോശമല്ല, അങ്ങനെയുള്ള ഒരു മിഡിൽ ക്ലാസ് വണ്ടികൾ. ഈ 2 വണ്ടിയിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ കൊണ്ടുപോകാ അങ്ങോട്ട് CNG കയറ്റിയ 20 മേലെ അതെ, അതൊക്കെ നിങ്ങൾ ഓടുന്നതിനനുസരിച്ച് മൈലേജ് ഒക്കെ കുറവാണ്. അതെ. ഇത് നമുക്ക് എന്താ വില? ഒറ്റ വില ഇതിന് പറയുള്ളൂ. രണ്ടാമത്തെ വില ഇതിനും പറയുന്നത് 1,50,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി. 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു അൾട്ടിസ് ഓട്ടോമാറ്റിക് കൊടുക്കും. അതും അന്നത്തെ ടോപ്പിന്റെ അതോ ABS, എയർ ബാഗ്, അലൈവീൽ, കമ്പനി സ്റ്റീരിയോ, ഞാൻ ഒരു സാധനം കുറവില്ല. അത്രയും ഫുൾ ദമ്മ് വണ്ടി. അതാണ്. അതേപോലെ തന്നെ ഒരു ഇയോൺ കൂടി കാണിച്ചു തരാം. ഇയോൺ 2012 ആണ് അജോ. ചെറിയൊരു പൈസക്ക് മഴക്കാലല്ലേ വരുന്ന ഒരു പോപ്പിക്കോടന്റെ പൈസ തന്നാ മതി. അങ്ങനെ ഉണ്ടല്ലോ. 12 മോഡൽ കിലോമീറ്റർ അറിയോ? 12 കിലോമീറ്റർ എനിക്ക് അറിയില്ല. 12 മോഡലാണ്, ഇയോൺ ആണ്. എന്താ വില? 90 എത്ര ഓടിയ മോനത്? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് ഒറ്റ വില. 1 ലക്ഷം ഓടിയുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് ഇത് കൊടുക്കാം. അതായത് 1 കിലോമീറ്റർ 1 രൂപ വെച്ചിട്ട് 1 ലക്ഷം. അതെ. 1 ലക്ഷം ഓടിയ വണ്ടി 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു ഇയോൺ കൊടുക്കാം. എനിക്കറിയാലോ, 4 പോപ്പി കൂടെ ആണെങ്കിൽ 5,000 കൊടുക്കേണ്ട കാലാപ്പത്. അങ്ങനെ ഉണ്ടല്ലോ. മഴക്കാലല്ലേ? എങ്ങനെ മഴക്കാലല്ലേ അറിയാം. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും വണ്ടി 3 മോശമല്ല. വലിയ പെരുംക്വാളിറ്റി ഹൈ ക്വാളിറ്റി എന്നൊന്നും നമ്മൾ പറയണ്ട. മോശമല്ലാത്ത വണ്ടികൾ. അതിന്റെ വിലയേ ഉള്ളൂ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊന്നും മിസ് ചെയ്യണ്ട അല്ലെ? പിന്നെന്താ പറയാ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 1 ഉറുപ്പ്യായാലും 50 ഉറുപ്പ്യായാലും ഒരു വണ്ടി എടുക്കണോന് വലിയൊരു സംഭവമാണ്. ഓനെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യമില്ല. അപ്പൊ വരുന്ന ആളുകൾ എന്താ ചെയ്യാ, നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കൈ എന്നാൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ നൂർ മോട്ടോഴ്സിന് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ അടിപൊളിയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം നല്ല വില കുറച്ചിട്ട് നല്ല ബഡ്ജറ്റ് ഉള്ള വണ്ടികൾ. അതെ. ലോ ബഡ്ജറ്റ് ഉള്ള വണ്ടികൾ ഇഷ്ടംപോലെ. മറ്റേ അസംബ്ലിക്ക് ഇങ്ങനെ അല്ല, അങ്ങനെയല്ല മോനെ. ലോ നമുക്ക് എന്താ പറയാ, നമ്മളിങ്ങനെ ഈ ക്യാമറയുടെ മുന്നിലൊക്കെ
വെക്കുമ്പോൾ അങ്ങനെ ദമ്മിൽ നിൽക്കണം വിചാരിച്ചിട്ടാ. അല്ല ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ മാക്സിമം വില കുറച്ച് കൊടുക്കൂല നമുക്ക്? നമ്മൾ മാക്സിമം വില കുറച്ച്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു കാറ് വാങ്ങാൻ, ഒരു മാരുതി കാർ വാങ്ങാന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു സമയം ഉണ്ട്. അതിന് പഠിച്ചോന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇവിടേക്ക് എത്തിയില്ലേ. അപ്പൊ ഏതൊരാൾക്കും ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ് ഒരു 4 ഏക്കറുള്ള വണ്ടി ഡെയിലി വെച്ചിട്ട് അവനെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കൊണ്ടെടുക്കാന്നുള്ളത്. അപ്പൊ ആ ഒരു കണ്ടീഷനിലുള്ള വണ്ടികൾ എമ്പോഴും നമ്മളെ കയ്യിലുണ്ട്. ഏത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, 1 ഉറുപ്പ്യന്റെ ഉണ്ട്, 2.25 ഉറുപ്പ്യന്റെ ഉണ്ട്, 1.5 ഉറുപ്പ്യന്റെ ഉണ്ട്, എല്ലാ മോഡൽ വണ്ടികളും എപ്പിസോഡ് കാണാൻ മറക്കണ്ട. അതിനകത്ത് ഫുള്ള് ഫോർച്യൂണർ. അതെ, അടുത്ത ബമ്പ ഓഫറിൽ നമ്മൾ ഓഫർ എന്ന് പറഞ്ഞാൽ എന്നും ഓഫർ തന്നെ. പിന്നെ ആൾക്കാർ കമന്റ് ഒക്കെ അടിച്ചോ നമ്മൾ നോക്കണ്ട, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊളലാഭം വാങ്ങിയിട്ട് വേണമെങ്കിൽ കച്ചവടം ചെയ്യാം. നമുക്ക് ലാഭം കുറച്ച് കച്ചവടം ചെയ്യാം, എങ്ങനെ ചെയ്യാലോ. ഇന്റെ ഒരു പോളിസി ലാഭം കുറച്ചിട്ട് തോനെ വണ്ടി വിൽക്കുക. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ഓല കെയർ ഓഫിൽ നമുക്ക് കുറെ വണ്ടികൾ പിന്നെയും കിട്ടും, കച്ചവടം കിട്ടും. അപ്പൊ ആ ഒരു ലെവലിലുള്ള വണ്ടികളാണ് ടയോട്ടന്റെ ഇന്നോവ ആട്ടെ, ക്രിസ്റ്റ ആട്ടെ, ഫോർച്യൂണർ ആട്ടെ, ഇതൊക്കെ എല്ലാ വണ്ടി നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ക്രിസ്റ്റയും ഫോർച്യൂണർ ഒക്കെ ദമ്മാക്കി കാണിച്ചു തരും. ഇപ്പൊ കാണിച്ച എപ്പിസോഡിൽ ചെറുവണ്ടികൾ ഇന്നോവകളുമാണ്. ഈ വണ്ടികൾ മൊത്തം സ്റ്റോക്ക് ഇവിടെ ഇപ്പൊ റെഡിയിൽ അവൈലബിൾ ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ 1-2 വീഡിയോയിൽ നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആകെ നമ്മളിത് കൊടുക്കണം 1 ലക്ഷം രൂപയ്ക്ക് ഇയോണ ഒരാൾക്കല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് വിളിക്കുന്ന ആളുകൾ 10,000 കണക്കിന് ആളുകളെ കാരണം. അപ്പൊ ആദ്യം വരുന്ന ആക്കി നമ്മൾ കൊടുക്കും. മാരുതിയൊക്കെ ടപ്പ പോയില്ലേ? അതെ, അത് ഏത് വണ്ടിയായാലും ചെറിയ വിലന്റെ വണ്ടിയാണ് ആഗ്രഹക്കാർ വന്ന് കൊണ്ടുപോകും. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് വേണ്ടൊരു വേഗം വിളിച്ചോളൂ. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ പ്രത്യേകിച്ച് നമ്മളെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. നൂർ മോട്ടോഴ്സ് മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയിൽ വെള്ളുവമ്പറത്താണ് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആവശ്യക്കാരെന്ത് ചെയ്യുക, രാവിലെ 9 മണി തൊട്ട് രാത്രി 8 മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. നമ്മൾ 4 നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ 4 നമ്പറിലും കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വണ്ടി ഇരുണ്ടായോണ്ട് എന്തെങ്കിലും ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. കാറ്റലോഗിൽ നോക്കി എല്ലാ വണ്ടി പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും